പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള 4ാമത്തെ സന്ദേശമാണിത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ ഇപ്രകാരമാണ്: ഭാര്യമാരെ, കർത്താവിന് യോഗ്യമായ വിധം നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം സ്നേഹവും ബഹുമാനവുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: അതിനാൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊറ്റ ശരീരമായി തീരും. കുടുംബജീവിതം നിത്യമാണ്. അതുകൊണ്ടാണ് ഈശോ അരുളി ചെയ്തത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ: അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബജീവിതം ഒരു ഉടമ്പടിയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, അതിനാൽ പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊറ്റ ശരീരമായിട്ട് തീരും. കുടുംബജീവിതം നിത്യമാണ്, ഉടമ്പടിയാണെന്നുള്ളതിൻ്റെ പുതിയ നിയമത്തിൽ നിന്നുള്ള ഭാഗം ഈശോ അരുളി ചെയ്ത വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ: അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം: ദൈവം അവരെ ഇപ്രകാരം അനുഗ്രഹിച്ചു: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പക്ഷികളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സർവ്വ ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം സ്നേഹവും ബഹുമാനവുമാണ്. കുടുംബവിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുടുംബജീവിതം നിത്യമാണ്. കുടുംബജീവിതം ഒരു ഉടമ്പടിയാണ്. കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം സന്താനങ്ങളുമായിട്ട് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കലാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.